ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതുപോലെ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും അധികം മൂക്കാത്ത ക്യാരറ്റ് എടുക്കുകയാണ് കൂടുതൽ നല്ലത്. പിന്നെ സാധാരണ രീതിയിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരു റെഡ് കളറിലുള്ള ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സാധാരണ ക്യാരറ്റ് വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഇനി ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പ് പാല് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും പാല് ഇതിലേക്ക് മതിയാവില്ല. ജസ്റ്റ് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. ഇനി ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ക്യാരറ്റ് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 1-2 വിസിൽ തന്നെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാവണം. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 കപ്പ് പാല് തന്നെയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 1.5 കപ്പ് പാലാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇനി ഈ ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3-4 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏലക്കപ്പൊടിയാണെങ്കിൽ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ അതിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കാറുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ പാല് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് പാലെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി നന്നായിട്ട് വെന്തിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ കുറച്ച് പാലുണ്ട്. അപ്പോൾ ഈ പാല് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ പാലായതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ആ പാല് ഏകദേശം വറ്റിയിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് അലിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഹൽവ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും. ഇതിലിപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒരു 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ഹൽവ ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇതിനി നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോൾ ഹൽവ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഹൽവയ്ക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടുക. പിന്നെ ഈ നെയ്യിൻ്റെ അളവൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഹൽവ കുക്കറിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങണം. അതായത് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ നെയ്യ് ഹൽവയുടെ മേലെയും സൈഡിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അതാണ് ഹൽവയുടെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമുക്ക് അധികം ഡ്രൈ ആവാതെ കുറച്ച് ലൂസായിട്ടുള്ള ഹൽവ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. കുക്കറിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവ റെഡിയായി. ഇതിനി നമുക്ക് ചൂടോട് കൂടിയിട്ടും കഴിക്കാം, അതുപോലെ തന്നെ നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്.
ഇനി അവസാനമായിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. പിന്നെ നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയതെങ്കിലും അത്യാവശ്യം സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഹൽവയാണ്. ഹൽവ നമ്മൾ കുറച്ച് സമയം ഇളക്കിയെടുത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഏകദേശം 1 മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്